ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ജർമ്മനിയിലെ കൊഹലംസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് കേട്ടോ. വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. മ്യൂണിക്കിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. അടിപൊളിയാണ് നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റും. നമ്മളെ ഫ്രണ്ട്സാണ്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? വൈബ് എങ്ങനെയുണ്ട് നോക്കി? കിട്ടു വൈബ് വേറെ. വൈബൊന്നുമല്ലേ. ഇവിടെ നല്ല അടിപൊളിയാട്ടോ. ഇവിടെ ഈ സ്പ്രിങ് തുടങ്ങിയോടുകൂടി നല്ല പൂക്കളാണ്. ഇതിൻ്റെ താഴത്തുള്ള ഈ പൂക്കളാണ് കേട്ടോ. ഡാൻലിയോൺസും ഈ ഒരു യെല്ലോ കളറുള്ള പൂവൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാന്ന് തന്നെ പറയാം. അടിപൊളി ഫീല്. ബവേറിയൻ്റെ ഒരു ടിപ്പിക്കൽ ആൽപ്പൈൻ ഭംഗിയൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ആൽപ്പൈൻ ഗ്രാമങ്ങളൊക്കെ തന്നെ എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ തന്നെയാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി നിങ്ങൾക്കൊരു ഓതൻറ്റിക് ഫീൽ കിട്ടണമെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ കേട്ടോ. ഇവിടുത്തെ പശുക്കൾ കണ്ടോ, എൻ്റെ പൊന്നു. നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളുടെ ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട് ഒറ്റയ്ക്ക്. ഓക്കിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടി ചെറിയ ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ലൈൻ ഫാൾ എന്ന് പറഞ്ഞൊരു വാട്ടർഫാളാട്ടോ. ഇത് കൊഹൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ലൈൻ ഫാൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണാൻ പറ്റും. ഏകദേശം 2 കിലോമീറ്റർ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈക്കിംഗ് പാത്തൊക്കെ നല്ല രസമാണ്. ചെറിയ ചെറിയ ഇതേപോലത്തെ വാട്ടർഫാൾസൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഹൈക്കിംഗ് റൂട്ടുള്ളത്. ഇവിടുത്തെ വഴികളൊക്കെ തന്നെ ഇതേപോലെ നല്ല ചെറിയ ചെറിയ റിവേഴ്സും സ്ട്രീമുകളും ചെറിയ വാട്ടർഫാളൊക്കെ തൊട്ടപ്പുറം നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു വൈബ്? ഇതിൻ്റെ ഒരു വലിയൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇഷ്ടമായോ? ഇതിൻ്റെ മുകളിൽ വലിയൊരു വാട്ടർഫാൾ ഉണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇത് മൊത്തം ഒരു ആൽപ്പൈൻ. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 45 മിനിറ്റ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നടക്കാൻ അത്ര സ്ട്രെസ് ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് സ്റ്റീപ്പാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വരാവുന്നതാണ്. ആ ഒരു വൈബിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കേട്ടോ. ചെറിയൊരു സ്റ്റീപ്നെസ് ഉണ്ട്. ആൾക്കാരധികം റഷ് ഇല്ല. അങ്ങനത്തെ ഒരു വൈബാണ് ഈ ഒരു സ്ഥലം. നടക്കാൻ ലേശം സ്റ്റീപ്നെസ് കൂടിയേക്കാം ഉണ്ടോ. ഇത് ഫുള്ള് ഇതാട്ടോ ഈ ഫോറസ്റ്റാ. നമ്മളങ്ങനെ വാട്ടർഫാളിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് വാട്ടർഫാൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള വൻ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. വാട്ടർഫാൾ എന്ന് തന്നെ പറയും. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ നല്ല ഷൂസൊന്നും ഇട്ട് വന്നില്ലെങ്കിൽ സ്ലിപ്പാവാൻ നല്ല ചാൻസാണ്. അതേപോലെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഹൈക്കിംഗ് ആണ്. അപ്പോൾ കിതപ്പുള്ളവരും ഇങ്ങനെയുള്ള എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാര്യം ഹൈക്ക് വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ സ്റ്റീപ്പ്നെസ് ഭയങ്കര കൂടുതലാണ്, സ്ലോപ്പ്. അപ്പോൾ പെട്ടെന്ന് കിതപ്പ് വരുന്നതൊക്കെ ഇതായിരിക്കും, ചാൻസ് ഉണ്ട്. സോ ഇതാണ് ആ ഒരു വാട്ടർഫാൾ കേട്ടോ. വാട്ടർഫാളിൻ്റെ പേരെന്തായിരുന്നു? ലൈൻ ഫാൾ അല്ലേ?
കഴിഞ്ഞിട്ട് റിട്ടേൺ പോകാം കേട്ടോ. നമ്മൾ വാൽക്കൻസി പോകുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കൊഹലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വാൽക്കൻസി. ബവേറിയയിലെ ഏറ്റവും വലിയ ലേക്കുകളിൽ ഒന്നാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ലേക്ക് എന്ന് തന്നെ പറയാം വാൽക്കൻസി. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതൊന്ന് ഹൈക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങണം. അവിടെ നിന്നാണ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങണം കേട്ടോ. താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ഒരു ലേക്കാണ്. അതാണ് കൊഹലംസി എന്ന് പറയുന്ന ലേക്ക്. ജർമ്മനിയിലെ കീട്ടു ലേക്ക് കേട്ടോ. ഒരു ഫ്രെയിം കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഹൈക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിയാണ്. പക്ഷെ എന്താ ഫ്രെയിം നോക്കി, അത്രയ്ക്ക് മനോഹരമാണെന്ന് തന്നെ പറയാം. ഈ ഒരു ലേക്കിൻ്റെ ആ ഒരു ഭംഗി കീട്ടു അല്ലേ. ഇതാണ്ടോ നമ്മുടെ കൊഹലംസി. ഇതാണ് ലേക്കിൻ്റെ ഭംഗി, കിടുവാണ്. ഇതാണ് കേട്ടോ വാൽക്കൻസി. ബവേറിയ ജർമ്മനിയിൽ തന്നെ ഏറ്റവും വലിയ ലേക്കുകളിലൊന്നാണ് ഈ പറഞ്ഞ വാൽക്കൻസി. ഗാർമിഷ് പാർട്ടൻഗസ്റ്റനൊക്കെ പോയിട്ടുണ്ട്. അവിടെ കൊണീക്സി, ഐപ്സി അവിടെയൊക്കെ പോണതിനേക്കാളും നല്ല വലുപ്പം ഉള്ള ലേക്ക് തന്നെയാണ് ഈ ഒരു വാൽക്കൻസി. ഈ വാൽക്കൻസിയിലോട്ട് കൊഹൽ ആ ലേക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. ബസ് കയറി ഒരു 20 മിനിറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ചുരം കയറി നമ്മൾ ഈ ഒരു ലേക്കിൻ്റെ അവിടേക്ക് എത്തും. ഇത് നല്ല അടിപൊളി ലേക്കാണ്, നല്ല വലിയ ലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗിലെ കാഴ്ചകൾ. നമുക്ക് പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.